ഹായ്, ഞാൻ ഫർസാന. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, ഓൾ വീഡിയോ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്ക മസാലയാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ചിക്കൻ എടുക്കാം. ഇത് നന്നായി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വെച്ചതാണ്. ഒരു 500 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ പെരിഞ്ജീരകം, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു നാരങ്ങയുടെ നീര്. പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യണം. ചിക്കനിലൊക്കെ നല്ല മസാല പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ വെക്കാം. റാപ്പിംഗ് കവർ കൊണ്ട് ഞാൻ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ വെക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മെൽറ്റ് ചെയ്ത് വരണം. ഇത് നന്നായി മെൽറ്റ് ചെയ്ത് വന്നാൽ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച് വെച്ച ചിക്കന് ഇതിലേക്ക് ഓരോ പീസായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കന് ബട്ടറിൽ ഇടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് ഉണ്ടാവുക. അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ്. അങ്ങനെ ഞാൻ ഓരോ പീസും ബട്ടറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടിഭാഗം ഒന്നും മുരിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എളുപ്പമാണ് ഈ ഡിഷ് ഉണ്ടാക്കാൻ. ഇത് ഏകദേശമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി എടുക്കാം. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഞാൻ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് ഗ്രേവി ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം. എന്നിട്ട് നന്നായി ആ എണ്ണയിൽ ജീരകം ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് മുരിഞ്ഞാൽ ഇതിലേക്ക് 3 ചെറിയ സവോളയാണ് അത്
റെഡി ആയിട്ടുണ്ട്. ഓഫ് ആവണതിന് മുന്നേ നമ്മൾ മല്ലിയിലയും കസ്തൂരി മീറ്റും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേക സ്മെല്ല് വരും. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഇഷ്ടപ്പെടും. ചപ്പാത്തി കൂടിയും പൊറോട്ട കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്